ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും പെട്ടെന്ന് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഔട്ടിങ് വിത്ത് മൈ സിബ്ലിങ്സ് ആണ്. കണ്ടിലൊരു കുരങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുരങ്ങനാണ്. എന്താ ചെയ്യുക, ഫസ്റ്റ് അവളെ കൊടുന്നു, പിന്നെ എന്നെ കൊടുന്നു. അതാണ് യഥാർത്ഥ സത്യം. കാരണം വെറുതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുഷിക്കുക എന്നൊക്കെ പറയില്ലേ, അതിലും നല്ലത് വെറുതെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. വീട്ടിൽ ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ ചടിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരു സുഖമല്ല. അപ്പോൾ മഴയൊക്കെ ഇല്ല, അപ്പം നമുക്ക് റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നതാകുമ്പോൾ നമുക്കും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞങ്ങളിവിടെ ഉള്ള ഒരു ചെറിയൊരു വാട്ടർഫാളാണ്. ചെറുതാണെങ്കിലും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈ എക്സ്പ്രസ്സിൽ ദീപിക പഡ്കോണിനെ എടുത്തിട്ട് ഷാറൂഖ് ഖാൻ കയറുന്ന ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ആരും ഞങ്ങളെടുത്ത് പൊക്കല്ല, സംഭവം നമ്മൾ തന്നെ കയറണം. കാരണം ഇവിടെ സ്റ്റക്കായി പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവൾക്കേറ്റ പിക്ക് എടുത്തെടുത്ത് മലങ്ങിക്കണം ഇവള്. അപ്പോൾ ഞങ്ങൾ കയറി. അതിൻ്റെ ഇടയിൽ കൂടെ ആരോ ഒരു പട്ടിന് കൂടി നിൽക്കുക ഇതിൻ്റെ മുകളിലേക്ക്. മഴ പെയ്തിട്ട് എല്ലായിടത്തും ഭയങ്കര വെഴുക്കൽ പാറമ്മയ്ക്ക്. എന്നിട്ട് ആ പട്ടി ഞങ്ങളെ കണ്ടപ്പോൾ പിന്നാലെ കൂടി, ഓടാനും പറ്റില്ല, നിപ്പിൽ സ്റ്റാച്ചു ആയിട്ട് നിന്നു. അപ്പോൾ അതിനെ കൊടുന്ന ആൾക്കാരെ അതിനെ നിർത്തി പിടിച്ചിട്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, മഴ പെയ്യും അങ്ങനെ വീഡിയോ എടുക്കുക വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ മഴ പെയ്യണേ ഇല്ല. പക്ഷേ മഴയുടെ ഒരു കോള് വരുന്നുണ്ട്, മഴക്കോൾ. അപ്പോൾ മഴ പെയ്തു, പക്ഷേ റെയിൻകോട്ട് ഇട്ടപ്പോൾ മഴയാണ് നിന്നു. ആകെ മൂഞ്ചിയിട്ട് ലൈഫാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിലും അങ്ങനെയൊക്കെ നമ്മളെവിടെ കാര്യം അവതരിപ്പിച്ചാലും ഇങ്ങനെ. പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മലയുടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ വൈബ് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. പിക്ക് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ പിക്ക് എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുത്ത് പറയുന്നത് മുൻകൂട്ടിയിട്ട്. പിന്നെ അവിടെ അതിൻ്റെ മുകളിൽ കുറേ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറേ വലിയവർക്കും കളിക്കാം ഊഞ്ഞാൽ, അതേപോലെ ഇങ്ങനെ കസേര കളി, അതൊക്കെ കളിക്കുന്ന കുറേ സംഭവങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഊഞ്ഞാലിൽ ഞാൻ കയറി പറഞ്ഞു കുട്ടികളെ പൊട്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കയറിയിട്ട് ഒരു ഊഞ്ഞാൽ ഇതുവരെ പൊട്ടിയിട്ടില്ല. പിന്നെയല്ലേ വലുതിൽ കയറിക്കണം. ഞങ്ങളിപ്പോഴും കുട്ടികളാണെന്നുള്ളതിന് ഞങ്ങൾക്ക്. പക്ഷെ നല്ല രസമാണ്. ആരും കളിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം. ആരും വിളിച്ചിട്ട് വരുന്നില്ല, അത് വേറെ സത്യം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിലൊരു പുഴയല്ലത് ഇതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെ ഒരു സംഭവമുണ്ട്. ഇതിലുള്ള മീനുകളൊക്കെ കണ്ടില്ലേ, ചെറിയ ഒരു ഹോളുകളിൽ കുറച്ച് മീനുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. സംഭവം ഭയങ്കര, അതായത് കുഴങ്ങിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കയറിയിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ട് ഇരിക്കുന്ന ആ ടൈമിൽ ഞാനൊരു മീനിനെ പിടിച്ചു അതിൻ്റെ ഉള്ളിൽ ഞാൻ മീനിനെ പിടിക്കണ ഒരു ഇതില്ല. കാരണം അവിടെയൊക്കെ കുറേ മീനുകൾ ഇങ്ങനെ വന്ന് കിടക്കണം. എന്നിട്ട് ഞാൻ ഈ മീനുകളൊക്കെ രക്ഷിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട് ഇങ്ങനെ രക്ഷിച്ചിട്ട് മറ്റേതൊക്കെ. പക്ഷേ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മയോട് ഉമ്മ പറയുകയാണ്, മീനുകൾ ഒഴുകണ വെള്ളത്തിൽ അങ്ങനെ നിൽക്കില്ല, അവരെവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ചെയ്യാൻ. ഞാൻ ആരായി പോകുന്നു ഞാനിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ കണ്ടില്ലേ, ഫേസൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്. സംഭവം ആരൊക്കെ മൂത്രമൊഴിച്ച വെള്ളമെന്ന് ആർക്കറിയാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.